ഹലോ, നമസ്കാരം. എന്റെ പേര് നന്ദന. നന്ദന. ഇവിടെ ഉണ്ണിമായ. ഇവിടെ സ്നേഹ. ക്യാമറ നോക്കിയിരിക്കും. നിങ്ങൾ മൂന്നുപേരും ഒരേ ഡ്രസ്സ് ഇട്ടേക്കുന്നത് അല്ലെ? എന്തെങ്കിലും പ്രത്യേകത? നിങ്ങൾ മൂന്നുപേരും ഒരേ ഡ്രസ്സിലാണ്? ഇല്ല, വെറുതെ ഇട്ടു. ഇന്ന് ഓണമാണ്. ഓണത്തെ കുറിച്ച് രണ്ടു വാക്ക് പറയാവോ? എന്താണ് ഓണം? ആരാണ് മാവേലി? അറിയാവോ? മാവേലിയുടെ യഥാർത്ഥ പേര് അറിയാവോ? ആരാണ് മാവേലി? മാവേലിന്റെ യഥാർത്ഥ പേര് അറിയാവോ? മഹാബലി തമ്പുരാൻ. മഹാവിഷ്ണുവാണ് വാമനന്റെ അവതാരത്തിൽ. വലിയൊരു കുടുംബമാണ്. ആരാണ് മാവേലി? ചേട്ടൻ പറയട്ടെ. അസുരരാജാവ്. അസുരരാജാവ്. യഥാർത്ഥ പേരെന്തായിരുന്നു? നമുക്കറിയാവുന്ന മഹാബലി തമ്പുരാന്ന് പറയുന്നില്ലേ? അറിയോ? എന്തിനാ മാവേലി? നമ്മൾ എന്തിനാ ഓണം ആഘോഷിക്കുന്നത്? ഇവിടെ എന്തിനാ ആഘോഷിക്കുന്നത്? ന്യൂജൻ എന്തിനാ ആഘോഷിക്കുന്നത്? പണ്ട് രാക്ഷസൻ അസുരൻ രാജാവായിരുന്നു മഹാബലി തമ്പുരാൻ. കേരളം ഭരിച്ചിരുന്നു പറയുന്നു അല്ലെ? സത്യസന്ധനായിട്ടുള്ള രാജാവായിരുന്നു. കേരളത്തിന്റെ സുവർണ കാലഘട്ടമായിരുന്നു. ഇതൊക്കെ ഐതിഹ്യമാണ്. ആരാണ് മാവിലെ ചവിട്ടിത്താത്തിയത്? വാമനൻ ആരാണ്? മഹാവിഷ്ണുവിന്റെ അവതാരം. അഞ്ചാമത്തെ അവതാരമാണോ? വർഷത്തില് കാണാൻ വരുന്നതല്ലേ? ആരെ കാണാൻ? ജനങ്ങളെ കാണാൻ വേണ്ടി. അപ്പോ അതുവരെ മാവിലെ എവിടെ ഉണ്ടാവുക? പാതാളത്തിൽ. വാമനൻ ചവിട്ടി താത്തിയതല്ലേ? വാമനനോട് മാവേലി അവസാനം ചോദിച്ചു എത്ര? 6 അടി അല്ല 3 അടി. 3 അടി. ഇനി 2 ജനറേഷൻ പിടിക്കാം. നിങ്ങളെ ചെറുപ്പകാലത്തുള്ള ഓണം എങ്ങനെയായിരുന്നു? ഇതുപോലല്ല, എന്നാൽ നല്ല മാറ്റമുണ്ട്. പണ്ടത്തെ നല്ലത്, ഇപ്പൊ വാങ്ങില്ല. കുഴപ്പം ഡ്രസ്സിനോട് തന്നെ ഇത് പൂക്കളൊന്നുമില്ല, എല്ലാം റെഡിമെയ്ഡ്. പൂക്കളം. പണ്ടൊക്കെ കാട്ടിലും തുമ്പപ്പൂവെല്ലാം ഇപ്പൊ അങ്ങനത്തൊന്നുമില്ല. ഇപ്പൊ എല്ലാ പൂക്കളും പൈസ കൊടുത്ത് വാങ്ങുന്നു. നിങ്ങൾ ഓണം എങ്ങനെയാ? പറ, നിങ്ങൾ എങ്ങനെ ഓണം ആഘോഷിക്കുന്നത് പറഞ്ഞാൽ മതി. നിങ്ങൾ രാവിലെ തൊട്ട് ഇതൊരു പരിപാടി എന്തായാലും പൂക്കളിട്ടു. പൂക്കൾ എങ്ങനെയാ? ഒറിജിനൽ പൂക്കളായിരുന്നു. ഒറിജിനൽ പൂ. ഏതൊക്കെ പൂണ്ടായിരുന്നു? വാങ്ങിച്ച പൂവാന്നോ? ഏതൊക്കെ പൂണ്ടായിരുന്നു? ജമന്തി. സ്കൂളിലെന്താ പരിപാടി ഉണ്ടായിരുന്നത്? കോളേജാണ് സ്കൂളാ? എന്താ പഠിക്കുന്നത്? അവിടെ ഓണാഘോഷം ഉണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അവിടുത്തെ പരിപാടികൾ? ഡാൻസ്, പാട്ട്, പൂക്കള മത്സരം, പിന്നെ പലതരത്തിലുള്ള മത്സരങ്ങളൊക്കെ ഉണ്ട്. ചേച്ചിയുടെ കാലത്ത് ഞാൻ അത്ര ഇവരത്രേ ഇല്ലു. ഞാൻ പിന്നെ എന്തൊക്കെ അറിയാം ഈ ഓണത്തെ? ഐതിഹ്യം മാറ്റി വെച്ചുകൊണ്ട് ഐതിഹ്യം ഒന്നും പറയാം. നിങ്ങൾ റിയാലിറ്റിയിൽ ഓണം എങ്ങനെയാണ്? നിങ്ങൾ ഇങ്ങനെയാണ് ഓണമൊക്കെ ആഘോഷിക്കാറ്? പൂക്കൾ ഇട്ടിട്ട് പുതിയ ഡ്രസ് എടുക്കും, സദ്യ, പിന്നെ അങ്ങനെയാണ്. പണ്ട് തൊട്ട് ഇതുവരെ ഒരു മാറ്റമുണ്ട് ഓണ ആഘോഷങ്ങൾക്ക്? കഴിഞ്ഞ ചെറുപ്പകാലത്തെ ഓണവും ഇല്ല, നമ്മളെ ചെറുപ്പം അത്ര മാറ്റമില്ല. അപ്പൊ ചേട്ടൻ എനിക്ക് തോന്നുന്നു ഒരു സയന്റിസ്റ്റ് ആയിരിക്കും അല്ലെ? 80 ആണ്. അപ്പോ ചേട്ടന്റെ ആ പഴയ കുട്ടിക്കാലത്തുള്ള ഓണാഘോഷം എങ്ങനെയായിരുന്നു? ഞങ്ങൾക്ക് വടംവലി കാര്യങ്ങളുണ്ടാവും, പിന്നെ മിഠായി പെറുക്കൽ, അങ്ങനത്തെ ചെറിയ ചെറിയ ഓണപരിപാടികൾ ഉണ്ടാവും. ഓണത്തല്ലുണ്ടാവും, എല്ലാ പരിപാടികളും ഉണ്ടാവും. പക്ഷെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല. എല്ലാം ഇങ്ങനെ ഭക്ഷണം കഴിക്കുക, പുറത്തു പോവുക, കറങ്ങുക, വരിക, അത്ര ആ ഒരു പരിപാടിയേ ഉള്ളൂ. ആവശ്യം പോവാ ഒരു പരിപാടി, അത്രേ ഉള്ളൂ. ഓണസദ്യ കഴിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്. 8 തരം കറി, പായസം. അത് വാങ്ങിക്കുന്ന ഫാമിലിയാണ്. ഞാനും ഭാര്യയും ഞങ്ങള് രണ്ടുപേരും കൂടി അടിപൊളിയായിരുന്നു. ഇപ്പൊ രാവിലെ തൊട്ടുള്ള പരിപാടികൾ എന്തൊക്കെയായിരുന്നു? തൊട്ടേ പരിപാടി തന്നെയായിരുന്നു. നല്ല സ്ഥലത്ത് പോയിട്ട് ഇങ്ങോട്ട് വരുന്നു. അങ്ങനെ പോകുന്നു. എന്താണ് ഓണം എന്നറിയാമോ? ഓണം മാവേലിയുമായി ബന്ധപ്പെട്ടൊരു ഐതിഹ്യം ഉണ്ടല്ലോ. അതുമായി ബന്ധപ്പെട്ട് മഹാബലി ജനങ്ങളെ കാണാൻ വേണ്ടിട്ട്, പ്രജകളെ കാണാൻ വേണ്ടിട്ട് വരുന്ന എന്നൊരു കൺസെപ്റ്റിൽ ആഘോഷിക്കുന്നു. മാവേലിയെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ഓണപ്പൂക്കളം ഒരുക്കുന്നു. അങ്ങനെയൊക്കെ. എന്തിനാ മാവേലിയെ ചവിട്ടിത്താത്തിയത്? ആരാ ചവിട്ടിത്താത്തിയത്? വാമനൻ. എന്തുകൊണ്ടാണ് അറിയാമോ?
വരം ചോദിച്ചിട്ട് കാര്യമുണ്ട് വരം ചോദിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട് അശ്വതി അശ്വതി എങ്ങനെ 80s ആണോ 90s ആണോ 80s? പണ്ടത്തെ ആ കാലഘട്ടത്തിലെ ഓണവും ഇന്നത്തെ ഓണം തമ്മിൽ എന്ത് വ്യത്യാസം പണ്ട് കൂട്ടുകുടുംബമായിട്ട് ഓണാഘോഷിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം കൂട്ടുകുടുംബമായിട്ടില്ല. തന്നെയാണ്. അപ്പൊ അന്നത്തെ ഇന്നത്തെ എന്തെങ്കിലും വ്യത്യാസം തോന്നുന്നുണ്ടോ? കൊറേ എന്തൊക്കെയാണ് അതൊക്കെ? പണ്ട് എല്ലാരും ഒന്നിച്ച് സദ്യ ഉണ്ട്, ഓണപ്പാട്ട് ഓണക്കളി എല്ലാം ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഒന്നുമില്ല, സാധ്യമാവുന്നില്ല. ഇല്ല. എന്തുകൊണ്ടാണ്? എല്ലാരും അവരവരെ കാര്യങ്ങളായിട്ട് തിരക്കിലായി. കോളേജിൽ പഠിക്കുമ്പോൾ ആഘോഷം എങ്ങനെയായിരുന്നു? കോളേജിൽ നല്ല നല്ല ആഘോഷം ഓണപ്പൂക്കള മത്സരം അങ്ങനെ എന്തെല്ലാം എല്ലാവരും ഒരുമിച്ചുണ്ടാകും. അത് ഭയങ്കര ഫണ്ണായിരിക്കും. പക്ഷെ ഇന്ന് നിങ്ങൾ അണുകുടുംബമായി മാറുന്ന സമയത്ത് ഒരുപാട് വ്യത്യാസങ്ങളൊന്നും അച്ഛനും അമ്മയും മക്കളും അത്രേ ഉള്ളൂ. അമ്മയാകുമ്പോൾ ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പൊ എല്ലാവർക്കും ഓരോ തിരക്ക് പരിപാടികളായതുകൊണ്ട് അത്രേ ഉള്ളൂ. പണ്ടത്തെ പൂക്കളൊക്കെ എങ്ങനെയായിരുന്നു? പണ്ട് എല്ലാം പറിച്ചുകൊണ്ടിരുന്നു. ഇപ്പൊ എല്ലാം റെഡിമെയ്ഡ് വാങ്ങിച്ചുകൊണ്ട് ആലയൊക്കെ പറിച്ചുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് പോകും. അടുത്ത വീട്ടിലെ കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ ഒരുമിച്ച് പോയിട്ട് പറിച്ചുകൊണ്ട് ഇപ്പൊ എല്ലാം റെഡിമെയ്ഡ് കടയിൽ നിന്ന് വാങ്ങിക്കുക, പൈസ കൊടുക്കുക, വാങ്ങിക്കുക, പൂക്കൾ ഇടുക. അത്രേ ഉള്ളൂ. ത്രില്ലില്ല. അത് നല്ലൊരു ത്രില്ലില്ല. പൂക്കളുണ്ട്, പറിക്കാൻ പോകുന്നുണ്ടെങ്കിൽ പൂക്കളൊക്കെ ഉണ്ട്. പറിക്കാൻ പോകുന്നില്ല. കിഴക്കൻ ഏരിയകളിലെല്ലാം ഇഷ്ടം പോലെ ഉണ്ട്. അല്ല എന്റെ ഓണാഘോഷം ഫുഡ് കഴിക്കാൻ പുറത്തു പോവാ. ഇതുണ്ട് സ്കൂളിൽ ഓണപരിപാടി ഉണ്ടായിരുന്നു. ഞാൻ 11th അല്ല സ്റ്റേറ്റ്. അവിടുത്തെ ഓണാഘോഷം ഡാൻസും പാട്ടും കമ്പവലിയും അടിപൊളിയായിരുന്നു. അത് LPക്ക് ഒരു പൂക്കളം, UPക്ക് ഹൈസ്കൂളിന് അങ്ങനെയാണ് ഉണ്ടായത്. പ്രൈസ് ഹൈസ്കൂളിനാണ്. ഇവരോട് ചോദിച്ചാല് അവരെ ചെറുപ്പം ഇപ്പോഴായിട്ട് കുറെ മാറ്റം ഉണ്ടാവും. അത്രയും ഓൾഡ് ജനറേഷൻ അല്ല. 34 ആണ്. 34 ആണ്. 30s ആണ്. അല്ല, ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പൊ ഇന്നലെയും കൂടി ഇൻസ്റ്റയിൽ കണ്ടു റെഡിമെയ്ഡ് പൂക്കളത്തിന്റെ ഇത് വെച്ചിട്ടില്ല. ഇപ്പൊ പക്ഷെ നമ്മളെല്ലാം കാലത്ത് എനിക്ക് തോന്നുന്നത് പൂക്കളത്തിന്റെ മോഡൽ റെഡിമെയ്ഡ് ഇത് വെച്ചിട്ട് ചെയ്യുന്നത് കണ്ടു. നമ്മളെല്ലാം ചെറുപ്പത്തിൽ എനിക്ക് തോന്നുന്നത് ഈ പറഞ്ഞ പോലെ ഇപ്പൊ എന്റെ മോന്റെ അടുത്ത് തന്നെ പിന്നെ എന്തിനാ പൂക്കൾ കൂടുന്നതെന്ന് ചോദിച്ചു ഇന്നലെ കൂടുന്ന സമയത്ത്. അപ്പൊ അവർക്ക് അറിയുന്നില്ല. ഇപ്പൊ കുറച്ച് മാറ്റങ്ങളെല്ലാം വന്നിട്ടുണ്ട്. ഇപ്പൊ ഈവൻ ഡ്രസ്സിങ്ങിന്റെ ആയാലും സദ്യ ഇപ്പൊ പുറത്തുനിന്ന് വാങ്ങിക്കുന്നില്ല. ഇപ്പൊ എല്ലാവരും ഉണ്ടാക്കുന്നില്ലല്ലോ, വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട്. പണ്ട് അതൊന്നും ഉണ്ടായിരുന്നില്ല. മെയിൻ നമുക്ക് ഓണം എന്ന് പറയുമ്പോൾ നമ്മൾ സദ്യ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് തന്നെ. അതെ അതെ പൂക്കൾ പറിക്കാൻ മലകളും കാട്ടിലേക്കും പോകും. അതെ മേടിക്കുന്ന കടയിൽ പണ്ട് പറിച്ചുകൊണ്ടിരുന്നത്. അതെ അതെ. സ്കൂളിൽ പഠിക്കുമ്പോ എങ്ങനെയായിരുന്നു? സ്കൂളിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. ഓണപരിപാടിയും കാര്യങ്ങളെല്ലാം ആയിട്ടുണ്ടായിരുന്നു. പണ്ടത്തോളം ഒന്നിച്ച് കളിച്ചിട്ട് പൂവലം പൂക്കളം വരച്ചു കളിക്കാൻ പോയി. എത്ര തരം കറികളൊക്കെ വരുന്നു പണ്ട്? അനുസരിച്ച് അനുസരിച്ചിട്ട്. ചേട്ടന്റെ കാലത്ത് ഓണത്തിലുണ്ടായിരുന്നു? ഓണത്തല്ലുണ്ട്, ഇപ്പോഴും ഉണ്ട്, നാളെ ഉണ്ട്. പണ്ടത്തെ ഓണത്തിൽ എങ്ങനെയായിരുന്നു? പണ്ടത്തെ ഓണത്തല്ല് പണ്ടത്തെ ഓർമ്മയില്ല. ഇപ്പൊ അത് ഞാനുള്ള സമയത്ത് തന്നെ അതേ ഉറപ്പത്തല്ലും. തീറ്റ മത്സരം ഇല്ല നമ്മുടെ അടുത്ത്. ഇല്ല. പിന്നെ സാധാരണ ഈ പച്ചമുളക് കടിക്കല്, പാവക്ക, അതൊക്കെ. ചേട്ടന്റെ ഇന്നത്തെ ഓണസദ്യയിൽ നോൺ വെജ് ഉണ്ടായിരുന്നു? നോൺ വെജ് ഉണ്ട്, ചിക്കൻ ഉണ്ട്. പണ്ട് ഓണത്തിലുണ്ട്? ഉണ്ട്. ഞാൻ എല്ലാ ഓണത്തിലും നിങ്ങളുടെ സമയത്ത് എല്ലാ ഓണം എനിക്കുള്ള അഭിപ്രായം എന്താ നോൺ വെജ്? വെജിറ്റബിൾ മാത്രമേ. അങ്ങനെ ഒരു നിയമം ഉണ്ടോ ഓണസദ്യയിൽ നോൺ വെജ് പാടില്ല എന്നുള്ള നിയമം? അത് പണ്ട് മുതലേ. അത് മറ്റേ തെക്കൻ കേരളത്തില് നോൺ വെജ് ഇല്ല, വടക്കൻ കേരളത്തിലോട്ട് വരുമ്പോ നോൺ വെജിലാണ്. മലബാർ ഏരിയ. ഇല്ല, കുഴപ്പമില്ല. അത് പണ്ടേ ശീലിച്ചു വന്നതാണ്. അതിപ്പോഴും തുടർന്നു പോകുന്നത്. പിന്നെന്തൊക്കെയുണ്ട് ഓണവിശേഷങ്ങൾ? ചേച്ചിയൊന്നും പറയുന്നില്ല. ഓണവിശേഷം എങ്ങനെയുണ്ട്? അടിപൊളി. മോള് പേരെന്താ? ഇവാനിയ. എത്ര ക്ലാസ് പഠിക്കുന്നു? 3ാം ക്ലാസ്സില്. സ്കൂള് ഓണാഘോഷം ഉണ്ടായിരുന്നോ? എങ്ങനെയായിരുന്നു ഓണാഘോഷം? പൂക്കളം വെച്ചോ? മഹാബലിയുടെ ഭരണമൊക്കെ എങ്ങനെയായിരുന്നു? ഭരണം നല്ലതായിരുന്നു കഥകളൊക്കെ പറയുന്നത്. സത്യമാണോ ഇല്ലയോ നമുക്കറിയില്ല.
ശരിക്കും ഐതിഹ്യമാണെങ്കിൽ ഇതൊരു മോറൽ സ്റ്റോറി അല്ലേ? നമുക്കൊരു ആഘോഷിക്കാൻ ഒരു ദിവസം തരും. ഇതൊരു എല്ലാവരും കൂടി ഒരു കൂട്ടായ്മ ആഘോഷിക്കാൻ വേണ്ടിയുള്ള ഒരു മെയിൻ ആയിട്ടുള്ള അങ്ങനെ ഒരു സംഭവമായിട്ടാണ് ഒരു കഥ എന്നൊരുപരി. വേറെ തരത്തിലേക്ക് കാണേണ്ട ആവശ്യം വരുന്നില്ല. ഇല്ല ഇല്ല, ഇത് എല്ലാ മതങ്ങളും മലയാളിയുടെ ഒരു ഐക്യം വരും. അതെ അതെ. മാത്രമല്ല മഹാബലി കാണിക്കുന്ന ഒരു മാതൃകയാണ് ഭരണത്തിന്റെ കാര്യം. അത് വേണമെങ്കിൽ നമുക്ക് ഫോളോ ചെയ്ത് കൊണ്ടുപോകാം. അത് തന്നെയാണ് അതിന്റെ ഒരു പിന്നിലുള്ള പണ്ട് അങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. സത്യം എന്നാണ് ഐതിഹ്യമായി കാണും. അതെ. അപ്പൊ ആ ഭാഗത്തേക്ക് സഞ്ചരിക്കേണ്ട ആവശ്യം വരും. ശരിക്കും ഓണം എന്ന് പറയുമ്പോൾ മലയാളികളുടെ ഒരു ആഘോഷമായി കണ്ടുകൊണ്ട് തന്നെ ആഘോഷിക്കുക എന്നുള്ളതാണ്. തീർച്ചയായും. ശരിക്കും ഐതിഹ്യം പരിശോധിക്കേണ്ട കാര്യം ഞാൻ ചെയ്ത് തെറ്റെന്ന് എനിക്കറിയാം. പക്ഷെ ഞാൻ എത്രത്തോളം അതിന്റെ അറിവുകളുണ്ട് അന്വേഷിക്കുന്നത് മാത്രം. അതെ അതെ. എങ്ങനെ ഈ ഓണം എന്ന് പറയുന്നത് ഇപ്പോ മലയാളി ഏത് കോണിൽ പോയാലും ആഘോഷിക്കും? മലയാളിക്ക് ഓണം എന്ന് പറഞ്ഞാൽ ഒരു ആഘോഷം തന്നെയാണ്. ബ്രോ കോളേജിലെ ഓണാഘോഷം എങ്ങനെയായിരുന്നു? കോളേജില്ല, ഞാൻ വർക്ക് ചെയ്യുന്നു. വർക്കിന് ഓഫീസിൽ എങ്ങനെയുണ്ടായിരുന്നു? ഓഫീസിൽ ഒരു ദിവസത്തെ ഓണാഘോഷം ഉണ്ടായിരുന്നു. നല്ല രീതിയിലായിരുന്നു. നല്ലപോലെ എല്ലാവരും വൈബില് നല്ല വൈബിലായിരുന്നു. ബ്രോയുടെ കോളേജ് കാലഘട്ടത്തിൽ ഓണം എങ്ങനെയായിരുന്നു? കോളേജ് അടിപൊളിയായിരുന്നു. കോളേജ് ഘട്ടത്തിൽ ഓണാഘോഷമായിരുന്നു ഏറ്റവും അടിപൊളിയായിരുന്നു. പിന്നെ ഇന്ന് വരുമ്പോ പണ്ടത്തെ ഓണാഘോഷവും ഇന്നത്തെ ഓണാഘോഷവും എന്തെങ്കിലും വ്യത്യാസം പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇപ്പൊ അധിക കാലഘട്ടങ്ങളായിട്ടില്ല. പണ്ട് പൂക്കളം നമ്മള് പറിക്കാനൊക്കെ പോയത് ഇപ്പൊ റെഡിമെയ്ഡ് ആയിട്ടും കിട്ടാനുണ്ട് പൂക്കളങ്ങള്. പ്രശ്നമില്ല, രാവിലെ അമ്പലത്തിൽ പോയി മുണ്ടൽ ഉടുത്തി നല്ല കുറേയൊക്കെ തൊട്ട് നല്ല ചങ്ങായിമാരൊക്കെ ആയിട്ട് ഭയങ്കര ഇതായി. പിന്നെ നല്ലൊരു ഇതായിരുന്നു. രാവിലെ ചെറിയൊരു പ്രശ്നം ഉണ്ടായി, മഴയെല്ലായിട്ട്. പിന്നെ പ്രശ്നമില്ല. ഓണസദ്യ അടിപൊളി വീട്ടിൽ വെച്ചത്. ഒരു 10 എത്ര കറികളുണ്ടാവും. ഒരു നോളജില് 90. ഇപ്പോ ബ്രോയുടെ പഴയ കാലഘട്ടം കുട്ടിക്കാലത്തുള്ള ഓണാഘോഷം ഇന്നത്തെ ഓണാഘോഷം എന്തെങ്കിലും വ്യത്യാസമുണ്ട്? കുറെ വ്യത്യാസമുണ്ട്. എന്തൊക്കെയാ? പഴയ കാലത്താണെങ്കിൽ നമ്മള് വീട്ടില് അമ്മരൊന്നിച്ചിട്ട് ഡ്രസ്സ് എടുക്കാൻ പോകും, അച്ഛനൊന്നിച്ച് ഡ്രസ്സ് എടുക്കാൻ പോകും, കടയിൽ പോകും, പിന്നെ ഓണപ്പരിപാടി ഉണ്ടെങ്കിൽ അതിന് പോകും. പിന്നെ ഇപ്പൊ ആണെങ്കിൽ നമ്മ ഫ്രണ്ട്സിന്റെ ഒന്നിച്ച് ഇങ്ങനെ ഡ്രസ്സ് എടുക്കാൻ പോകും. പിന്നെ അവരൊന്നിച്ച് തന്നെ കൂടുതൽ. പിന്നെ അങ്ങനെ വലിയൊരു ചെലവഴിക്കുന്നില്ല. ചെറിയൊരു അകലം ഇപ്പൊ കുറവായിരുന്നു. പണ്ട് കുടുംബമായിരുന്നു. ഇപ്പൊ ഒറ്റ ഫാമിലി ചെറിയൊരു വ്യത്യാസമുണ്ട്. മോശമില്ല, ഇന്ന് അടിപൊളിയായിരുന്നു. പരിപാടി ഒന്നുമില്ല, രാവിലെ അമ്പലത്തിൽ പോയി പിന്നെ ഫുഡ് ഉണ്ടാക്കി കഴിച്ചു. ഉച്ചയ്ക്ക് ശേഷം ഒന്ന് കറി ഒരു 5-6 തരം കറികൾ ഉണ്ടായിരുന്നു. പായസം ഉണ്ടായിരുന്നു 2 തരം, പഴം പപ്പടം എല്ലാം പോയിട്ട്. നോൺ വെജ് പൊതുവേ നമ്മൾ ഈ വടക്കൻ കേരളത്തിനെ അപേക്ഷിച്ച് നോക്കും ഇങ്ങോട്ടേക്ക് വന്നാല് പിന്നെ നോൺ വെജ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണത്. എസ്പെഷ്യലി ഇപ്പോൾ ഓണായാലും വിഷു ആയാലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഫാക്ടറാണ് ഈ നോൺ വെജ് എന്നുള്ളത്. പക്ഷെ നമ്മൾ ഉണ്ടാക്കലുണ്ട്, പക്ഷെ ഇന്ന് എന്തോ ഉണ്ടാക്കിയില്ല, അത്ര തന്നെ. അല്ല, അത് നമ്മളെ ഇങ്ങോട്ടേക്ക് വടക്കൻ, ഞാൻ പറഞ്ഞില്ല, വടക്കൻ കേരളക്കാർക്ക് എന്ന് പറഞ്ഞാൽ സദ്യ എന്ന് പറയുമ്പോൾ ഇപ്പൊ ഇവൻ ഇപ്പൊ കല്യാണം ആയാലും ഒരു വേറെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ആയാലും നോൺ വെജ് എന്നുള്ളത് അല്ല അങ്ങനെയാണ് വേണ്ടത്. പക്ഷെ നമ്മളെ സദ്യ എന്ന് പറയുന്നത് നമ്മളെന്തോ പണ്ടില്ലവർ അങ്ങനെ ആക്കുന്നത് കൊണ്ടായിരിക്കാം നമ്മളും അങ്ങനെ ആക്കുന്നത്. അതെ അതെ. ഓക്കെ, ഞാൻ ആദ്യം ബുദ്ധിമുട്ടിക്കുന്നില്ല. അപ്പൊ ഇവിടെ ഒന്ന് പറഞ്ഞു എന്താ ഓണത്തെ കുറിച്ച് 2 വാക്ക്. ഓണത്തെ കുറിച്ച് 2 വാക്ക് പറ. എങ്ങനെ ഇന്നത്തെ പരിപാടി എങ്ങനെ രാവിലെ തൊട്ട് ഇതുവരെ? പ്രത്യേകിച്ചൊന്നുമില്ല. എന്തായാലും നിങ്ങളൊക്കെ പരിചയപ്പെട്ടൊരു സന്തോഷം. ഹാപ്പി ഓണം. ഇന്ന് രാവിലെ വീട്ടിൽ ഓണസദ്യ ഉണ്ടായിരുന്നു. ഒരു 8-9 കറി അങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാരും കൂട്ടിയിട്ടാണോ കറികളൊക്കെ? അതെ അതെ, അതൊരു വൈബാണ്. രസമാണ്, അതൊക്കെ രസമാണ്. ഇവിടെ എങ്ങനെയാ ഓണപരിപാടി എന്തൊക്കെയായിരുന്നു? രാവിലെ എണീക്കുന്നു, അമ്പലത്തിൽ പോകുന്നു, അത് കഴിഞ്ഞ് സ്ഥലങ്ങൾ ഇങ്ങനെ കാണാൻ സദ്യ ഒരുക്കുന്നു, സദ്യ കഴിക്കുന്നു, 3 അടി അടിക്കും. അതില്ല, എണീച്ചു അമ്പലത്തിലൊക്കെ പോയി പിന്നെ അന്ന് കൂട്ടുകാരൊക്കെ ആയിട്ട് ഒന്ന് കറങ്ങി നല്ല ഒന്ന് വൈകുന്നേരം ആകുമ്പോ ബീച്ചിലേക്ക് വന്ന് നമ്മളിങ്ങനെ പൂക്കളൊക്കെ എങ്ങനെയാ? പണ്ട് എങ്ങനെയായിരുന്നു? പണ്ട് സ്വയം പറിക്കായിരുന്നു. പറിക്കായിരുന്നു, മറ്റേ വീട്ടിനടുത്തില്ല അങ്ങനത്തെ എല്ലാം പറിച്ചിട്ടുണ്ട്. ഇപ്പൊ പിന്നെ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ട് നല്ലൊരു മജ ഉണ്ടായിരുന്നു. അങ്ങനത്തെ കാലഘട്ടം ഭയങ്കരമായിരുന്നു. ഇന്നങ്ങനെ പൂ പറിക്കാനുണ്ട് ഇവിടെ? സാധാരണ എല്ലാരും നമ്മൾ ടൗണിൽ നിന്നെല്ലാം വാങ്ങുന്നില്ല. റെഡിമെയ്ഡ് പൂക്കളത്തിന്റെ കാലമാണ്. റെഡിമെയ്ഡ് പൂക്കളത്തിന്റെ കാലമാണ്.
പണ്ടെല്ലാണെങ്കിൽ നമ്മൾ നാച്ചുറൽ ആയിട്ട് നമ്മളെ വീട്ടിനടുത്തില്ലേ ഇലകളാണെങ്കിൽ അത് മുറിച്ചിട്ടും പിന്നെ ആ ഒരു രീതിയിലാണ് നമ്മ പോയിട്ട്. ഇപ്പൊ ആണെങ്കിൽ കടയിൽ ഇപ്പൊ ഡ്രസ്സ് എടുക്കാൻ പോകുന്ന സമയത്ത് ചിലപ്പോ കടയിലുണ്ടാവും, ആ പൂവെല്ലാം വാങ്ങിച്ച് നമ്മ വരച്ച് നല്ല ക്ലിയർ ആയിട്ട് ഇതാകും. പണ്ടാണെങ്കിൽ മറ്റേ ഈ പൊയ്യകൾ ഇട്ടിട്ട് കൂട്ടി അതിന്റെ മുകളിൽ വെച്ചിട്ടാണ് പൂക്കൾ ഉണ്ടാക്കുന്നത്, ഒരു ത്രികോണം പോലെ. ഓരോ കള്ളി ഇങ്ങനെ ആയിട്ട്. ഇപ്പോഴത്തെ ഒരു വലിയ പൂക്കളായിട്ട് ക്രിയേറ്റീവ് ആയിട്ടാണ്. പണ്ടത്തോണം എങ്ങനെയായിരുന്നു? പണ്ടത്തോണം എന്ന് വെച്ചെങ്കിൽ രാവിലെ ഒന്ന് തലേദിവസം പൂവെല്ലാം പറിക്കാൻ പോകും. നമ്മുടെ കണ്ടത്തിലെല്ലാം പൂവെല്ലാം പറിക്കാൻ പോയിട്ട് അതൊരു വൈബായിരുന്നു. എല്ലാം നമ്മുടെ പ്രായം കുറച്ച് ചെറുതല്ലേ, അപ്പൊ ചെറിയ ചെറിയ പിള്ളേരിലായിട്ടുമ്പോൾ അധികം പൂ പൈസ കൊടുത്തിട്ട് വാങ്ങൽ കുറവ് തന്നെ. അങ്ങനെ വാങ്ങിയിട്ട് അതാണ് ആ ഒരു പരിപാടിയാണ്. അപ്പൊ അങ്ങനെ ഇല്ല, വാങ്ങലാ പൂ അധികം വാങ്ങില്ല. ഓണം കേരളത്തിന്റെ ട്രഡീഷണൽ ഉത്സവമാണ്. പിന്നെ മാവേലിനെ വരവേൽക്കാൻ വേണ്ടിട്ട് ഓണം ആഘോഷിക്കുന്നത്. പിന്നെ എന്തിനാ വരുന്നത്? പൂക്കളെല്ലാം കാണാൻ വേണ്ടി, പ്രജകളെ കാണാൻ അല്ലേ? മാവിൽ എവിടെയായിരുന്നു? പാതാളത്തിൽ. കോളേജിൽ എങ്ങനെയായിരുന്നു? കോളേജിൽ ഇതുപോലെ തന്നെ നമ്മള് ഓണപ്പരിപാടി ഉണ്ടെങ്കിൽ ഭയങ്കര ആഘോഷമാണ്. പിരിവിച്ച് ഓണപ്പൂക്കൾ വാങ്ങിക്കും, പിന്നെ ഫുഡ് ഉണ്ടാക്കും. പിന്നെ ഓരോ വീട്ടിൽ നിന്ന് എല്ലാവരും പച്ചക്കറി ലൈറ്റ് ആയിട്ടുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുവരും. കോളേജിൽ നിന്ന് ഉണ്ടാക്കും. നല്ലൊരു വൈബ്. പിന്നെ ഉച്ചക്ക് നല്ല ഫുഡ്. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഓണപ്പരിപാടി ആയിരിക്കും. കസാല കളി, പിന്നെ കണ്ണുപൊത്തി കളി, അങ്ങനെല്ലാം പറഞ്ഞു. ഗേൾസും പിന്നെ ബോയ്സ് ആണെങ്കിൽ വേർതിരിച്ച് അങ്ങനെയൊന്നുമില്ല, എല്ലാവരും ഒന്നിച്ചാണ്. ആ ഒരു നല്ല ഫണ്ണായിട്ടാണ്, ഫ്രണ്ട്ലി ആയിട്ടാണ് ഇതാകും. ഇപ്പൊ ആ കാലഘട്ടം നമ്മ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. അത്രത്തോളം പറ്റുന്നില്ല. ഇപ്പൊ നമ്മളാണെങ്കിൽ ഒരു വർക്കായി, നമ്മളൊരു പാരാപ്തായി, ആ ഒരു തിരക്കിലാണ്, ജോലിയിലാണ്, അങ്ങനെല്ലായിട്ട്. പക്ഷെ എന്തായാലും നമ്മൾ മലയാളി ആയതുകൊണ്ട് നമ്മ ഓണം ആ ഒരു രീതിയിൽ എങ്ങനെയായിട്ട് ആഘോഷിക്കും. ഏത് രാജ്യത്ത് പോയാലും എല്ലാ കോണിലും ഒരു മലയാളികൾ എന്തായാലും ഉണ്ടാവും, ഓണാഘോഷിക്കും ഉറപ്പായിട്ടും. മാത്രമല്ല ഇത് ഓണം എന്ന് പറഞ്ഞാൽ മലയാളികളുടെ ആഘോഷമാണ്. മലയാളികളുടെ ഒരു ആഘോഷമാണ്. എല്ലാ മതസ്ഥരും കൂടിയിട്ട് ഒരു സൗഹാർദ്ദ കൂട്ടായ്മ. ഓക്കെ ബ്രോ, ഹാപ്പി ഓണം. താങ്ക് യു.